ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? സംഗതി നമുക്ക് നമ്മുടെ 6 സെന്റിലെ സ്വർഗം എന്ന വീഡിയോ വൈറലായി 7000 ഫോളോവേഴ്സായി സെലിബ്രിറ്റി ആയെങ്കിലും രാവിലത്തെ ശീലം നമ്മൾ മാറ്റാൻ പാടില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ചെന്നപ്പോൾ തന്നെ നമുക്ക് തിന്നാൻ കിട്ടിയ നെയ്റോസ്റ്റ് 2 തിന്നു കണ്ട് ഞാൻ പോകുന്നു. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കില്ല. അപ്പോൾ ഏതായാലും സെറ്റപ്പ് ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി കറണ്ടും ഇല്ല. ദേഷ്യം സംഗതി തന്നെ കാണാൻ ചൊർക്കുള്ളതുകൊണ്ട് ചുള്ളിയ ഡ്രസ്സൊന്നും നിന്നെ ബാധിക്കുന്ന കേസേ അല്ല. സോറി, ഇപ്പോൾ കഴിച്ചിട്ടതാ. വലിയ ബ്യൂട്ടി കോൺഷ്യസ് എന്നുണ്ടെങ്കിൽ മോത്തെപ്പളി മോയ്സ്ചറൈസർ ഞാൻ തേക്കും. അത് എപ്പോഴും മസ്റ്റാ. അങ്ങനെ ചൊർക്കാവല കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ നാട്, മലപ്പുറം വാറങ്കോട്. എല്ലാം കൊണ്ട് സൂപ്പർ നാടാണ്. പക്ഷെ ആ ഒറ്റ സീനുള്ളൂ, രാത്രി 9 പെട്രോൾ പമ്പ് അടക്കും. സംഭവം വീട്ടിൽ കാറ് സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഞങ്ങളെ പോലെ സാധാരണക്കാരെ പോലെ ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ യാത്രയേ ഉള്ളൂ. എളിമോണ്ട വേറൊന്നുമല്ല. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയതാ നോക്കുമ്പോൾ വിദൂരതയിൽ ടാറ്റ പറഞ്ഞിട്ട് പോകുന്നത് എൻ്റെ ബസ്. ഇനി അടുത്ത ബസ്സിന് വേണ്ടി കാത്തിക്കണം. ഷിറ്റ്, കാത്തിരിപ്പിനൊടുവിൽ അവസാനം ബസ് കിട്ടി. ബസ്സിലാണെങ്കിൽ കണ്ടക്ടർമാർ സ്ഥിരം പറയണ പോലെ ഫുട്ബോൾ കളിച്ചാൽ സ്ഥലത്ത്. ഓ, എനിക്കൊക്കെ സുഖല്ലേ? ഒന്നും ആലോചിക്കണ്ടല്ലോ. വീട്ടുകാരെ പറ്റി, പൈസനെ പറ്റി, കെട്ടാൻ പോണ പെണ്ണിനെ പറ്റി, ഭാവിനെ പറ്റി. ഓ, ഇനി കുറച്ചേരം സീറ്റ് കിട്ടാനുള്ള കസാലകൾ കളിക്കാം. ആദ്യത്തെ സീറ്റ് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളി ഹിന്ദിക്കാരും കൊണ്ടേ ശുക്രിയ. ഈ രണ്ടാമത്തെ സീറ്റിന് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഞാനും വല്ലിപ്പും തമ്മിൽ. അങ്ങനെ സക്സസ്ഫുള്ളി അതും പോയി കിട്ടി. താങ്ക്സ്. അവസാനം എന്റെ കസാലകളിൽ രണ്ട് പാവം വല്ലിപ്പും ഇങ്ങോട്ട് നീച്ചെന്ന്. ഫൈനലി ഞാൻ ഗരാജിലെത്തി. ഇത് ഭയങ്കര കൂരിയായിട്ടുള്ള ഗരാജാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഗരാജാണ്. ഞാൻ ഇവിടുത്തെ മാനേജറാണ്. ആൻഡ് ഇതാണ് എൻ്റെ ക്യാബിൻ. വന്ന പാടത്തന്നെ കണക്ക് കാര്യങ്ങളെല്ലാം നോക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. എന്നിട്ടൊരു ഉച്ചയായപ്പോൾ നമ്മൾ സദ്യയ്ക്കാൻ പോയി. നല്ല സൂപ്പർ ഫുഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ പോയി. എത്ര വലിയ തിരക്കിലാണെങ്കിലും നമ്മൾ നിസ്കാരം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അസറും ആരും നിസ്കരിച്ച് കണക്കും ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് ബസ് കയറാൻ വേണ്ടി നമ്മൾ പോയി. ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് പച്ച കൊട്ട വേണ്ടി നിന്ന് പച്ചമുന്തിരി കുറച്ച് പച്ച കവറിലാക്കി വാങ്ങി. ആഹാ, രാവിലെ ബസ്സിൽ പന്തളിച്ച് എത്ര സ്ഥലമില്ല. വൈകുന്നേരം സ്ഥലം കുറച്ച് കൂടി പോയി. ഏറ്റവും വലിയ പേടിന്ന് വെച്ചാൽ എൻ്റെ മുന്തിരി എങ്ങാനും ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഇയാളെ തലയിൽ കൂടെ അങ്ങനെ പോകുന്നിരുന്നു. എൻ്റെ പൊന്നടവേ, അവസാനം ആ ജാലിയൻവാലാ ബാഗ് നിന്ന് ഇറങ്ങി. പേടിക്കണം കേട്ടോ, നമ്മുടെ മുന്തിരിയെല്ലാം സേഫാ, ജ്യൂസ് അടിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് യാസർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്ന് ഞാൻ റൂമിൽ കൊടുക്കുന്നത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ഫോളോ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഓക്കെ.